നമസ്കാരം. ഞാൻ ഡോക്ടർ പി വി മജീദ്. ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കാത്തവരായി നമ്മളിൽ ആരുമില്ല. എന്നാൽ കേവലം ബദാം കഴിച്ചതുകൊണ്ടോ പരീക്ഷാകാലത്ത് മാത്രം പഠിച്ചതുകൊണ്ടോ നമ്മുടെ തലച്ചോറിന്റെ പൂർണ്ണമായ ശേഷി പുറത്തെടുക്കാൻ കഴിയുകയില്ല. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അറിയാത്തതുമായ നൂതന മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കേരളത്തിലെ നമ്മുടെ മാറുന്ന ജീവിത സാഹചര്യങ്ങളിൽ ആർക്കും വളരെ എളുപ്പത്തിൽ പരീക്ഷിക്കാവുന്ന ഈ സൂത്രങ്ങൾ നിങ്ങളുടെ ചിന്താശേഷിയെയും ഓർമ്മശക്തിയെയും മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പരിചിതമില്ലാത്ത കൈകൾ കൊണ്ട് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ സാധാരണയായി വലത് കൈ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പല്ല് തേക്കുക, ചായ കുടിക്കുക, മൊബൈൽ ഉപയോഗിക്കുക എന്നിവ ഇടത് കൈ കൊണ്ട് ചെയ്യുക. ഇത് തലച്ചോറിന്റെ വലത്ത് ഭാഗത്തെ ഉത്തേജിപ്പിക്കും. പുതിയ ന്യൂറോൺ കണക്ഷനുകൾ ഉണ്ടാക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. കണ്ണുകൾ അടച്ചുപിടിച്ച് കുളിക്കുക. കുളിക്കുമ്പോൾ കണ്ണുകൾ അടച്ചുപിടിച്ച് സോപ്പ് തേക്കുകയും ടാപ്പ് തുറക്കുകയും ചെയ്യുക. കാഴ്ച എന്ന പ്രധാന ജ്ഞാനേന്ദ്രിയം താൽക്കാലികമായി വിശ്രമിക്കുമ്പോൾ തലച്ചോറിലെ മറ്റ് സ്പർശന ശ്രവണ സംവേദനകൾ ഉണരുകയും തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത കൂട്ടുകയും ചെയ്യും. പുറകോട്ട് നടക്കുന്നത് ശീലമാക്കുക. ദിവസവും കുറച്ചു സമയം സുരക്ഷിതമായ ഒരിടത്ത് പിറകോട്ട് നടക്കുക. ഇത് സാധാരണ നടത്തത്തേക്കാൾ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും തലച്ചോറിന് ആവശ്യമാക്കി മാറ്റുന്നു. തൽഫലമായി മസ്തിഷ്ക കോശങ്ങൾ കൂടുതൽ സജീവമാകുന്നു. വായന തലകീഴായി പരീക്ഷിക്കുക. പുസ്തകങ്ങളോ പത്രങ്ങളോ തലകീഴായി പിടിച്ചു വായിക്കാൻ ശ്രമിക്കുക. അക്ഷരങ്ങളെ തിരിച്ചറിയാൻ തലച്ചോറ് സാധാരണയേക്കാൾ കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്നത് വഴി വിവേചന ബുദ്ധിയും ഏകാഗ്രതയും വർദ്ധിക്കും. വഴിമാറി യാത്ര ചെയ്യുക. ഓഫീസിലേക്കോ കോളേജിലേക്കോ പോകുന്ന സ്ഥിരം വഴി മാറ്റി പുതിയൊരു വഴിയിലൂടെ യാത്ര ചെയ്യുക. പരിചിതമല്ലാത്ത പുതിയ കാഴ്ചകളും വഴികളും തലച്ചോറിന്റെ ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്തെ ഉത്തേജിപ്പിക്കുകയും ഓർമ്മശക്തി കൂട്ടുകയും ചെയ്യും. നാണയങ്ങൾ തൊട്ടറിഞ്ഞ് തിരിച്ചറിയുക. പോക്കറ്റിലുള്ള നാണയങ്ങൾ കണ്ണുകൊണ്ട് നോക്കാതെ സ്പർശനത്തിലൂടെ മാത്രം എത്ര രൂപയുടേതാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇത് തലച്ചോറിലെ സൊമാറ്റോ സെൻസറി കോർട്ടക്സിനെ ഉണർത്താനുള്ള മികച്ചൊരു സൂത്രമാണ്. സുഗന്ധങ്ങളിലൂടെ ഓർമ്മകളെ ഉണർത്തുക. പഠിക്കുമ്പോഴോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴോ റോസ്മേരി അല്ലെങ്കിൽ പുതിന എണ്ണയുടെ സുഗന്ധം ശ്വസിക്കുക. ഇത് തലച്ചോറിലെ അസെറ്റൈൽ കോളിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഉണർത്തി ഓർമ്മശക്തി ഗണ്യമായി വർദ്ധിപ്പിക്കും. ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും മാറി മാറി കുളിക്കുക. കുളിക്കുമ്പോൾ ശരീരത്തിൽ കുറച്ച് സമയം ചൂടുവെള്ളവും തൊട്ടടുത്ത നിമിഷം തണുത്ത വെള്ളവും ഒഴിക്കുക. ഇത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പെട്ടെന്ന് വർദ്ധിപ്പിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യും. പച്ചച്ചീര ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കേരളത്തിൽ സുലഭമായ പച്ചച്ചീരയിൽ ലൂട്ടീൻ, ഫോളേറ്റ് എന്നിവ ധാരാളമുണ്ട്. ഇത് മസ്തിഷ്ക കോശങ്ങളുടെ വാർദ്ധക്യത്തെ തടയുകയും ചിന്താശേഷിക്ക് മൂർച്ച കൂട്ടുകയും ചെയ്യും. ചെറുപയർ മുളപ്പിച്ച് കഴിക്കുക. മുളപ്പിച്ച ചെറുപയറിൽ വൈറ്റമിൻ ബി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനും ഉത്കണ്ഠ കുറയ്ക്കുവാനും സഹായിക്കും. നെല്ലിക്ക ദിവസവും ശീലമാക്കുക. വൈറ്റമിൻ സിയുടെ കലവറയായ നെല്ലിക്ക ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. കറുത്ത മുന്തിരി കഴിക്കുക. നാട്ടിൽ കിട്ടുന്ന കറുത്ത മുന്തിരിയിൽ റെസ്വറാട്രോൾ എന്ന ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് തലച്ചോറിലെ രക്തചംക്രമണം 20% വർദ്ധിപ്പിക്കും. മത്തിയും അയലയും ഭക്ഷണമാക്കുക. കേരളത്തിലെ കടൽ മത്സ്യങ്ങളായ മത്തി, അയല എന്നിവയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ധാരാളമുണ്ട്. തലച്ചോറിന്റെ ഘടന നിലനിർത്താൻ ഇവ അത്യന്താപേക്ഷിതമാണ്. തൈര് ദിവസവും കഴിക്കുക. തൈരിലെ പ്രോബയോട്ടിക്സുകൾ വയറ്റിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. വയറും തലച്ചോറും തമ്മിൽ നേരിട്ട് ബന്ധമുള്ളതിനാൽ ഗട്ട് ബ്രെയിൻ ആക്സിസ് ഇത് മാനസിക ആരോഗ്യം കൂട്ടുന്നതാണ്. മുരിങ്ങയിലെ തോരൻ വെച്ച് കഴിക്കുക. മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, സി എന്നിവ
മസ്തിഷ്ക കോശങ്ങളുടെ നാശത്തെ തടയുകയും ബുദ്ധിശക്തി കൂട്ടുകയും ചെയ്യും. പവിഴമല്ലി ചായ കുടിക്കുക. പവിഴമല്ലിയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നാഡീവ്യൂഹത്തിന് ഉന്മേഷം നൽകാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കും. തേങ്ങാവെള്ളം ശീലമാക്കുക. ഇലക്ട്രോലൈറ്റുകളാൽ സമ്പന്നമായ തേങ്ങാവെള്ളം ശരീരത്തിലെ നിർജ്ജലീകരണം തടഞ്ഞ് തലച്ചോറിന്റെ പ്രവർത്തന വേഗത നിലനിർത്തുന്നു. മഞ്ഞൾ പാൽ കുടിക്കുക. രാത്രി കിടക്കാൻ നേരം മഞ്ഞൾ ഇട്ട പാൽ കുടിക്കുക. മഞ്ഞളിലെ കുർക്കുമിൻ മസ്തിഷ്ക കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന BDNF എന്ന പ്രോട്ടീൻ വർദ്ധിപ്പിക്കും. നാടൻ മുട്ട കഴിക്കുക. മുട്ടയുടെ മഞ്ഞക്കുരുവിൽ കോളിൻ എന്ന ഘടകമുണ്ട്. ഇത് ഓർമ്മശക്തിക്ക് കാരണമാക്കുന്ന അസറ്റൈൽ കോളിൻ നിർമ്മിക്കാൻ തലച്ചോറിനെ സഹായിക്കുന്നു. തവിടുള്ള കുത്തരിച്ചോറ് കഴിക്കുക. വൈറ്റ് റൈസിന് പകരം മട്ടയരിയോ കുത്തരിയോ കഴിക്കുക. ഇതിലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ തലച്ചോറിന് ആവശ്യമായ ഗ്ലൂക്കോസ് സ്ഥിരമായി നൽകുന്നു. പഴം കഴിക്കുന്നത് ശീലമാക്കുക. ഏത്തപ്പഴത്തിലോ ഞാലിപ്പൂവനിലോ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യവും വൈറ്റമിൻ B6 തലച്ചോറിന്റെ കാര്യക്ഷമതയും ഏകാഗ്രതയും കൂട്ടാൻ സഹായിക്കും. ബ്രഹ്മി നെയ്യിൽ ചേർത്ത് കഴിക്കുക. പരമ്പരാഗതമായി അറിയപ്പെടുന്ന ബ്രഹ്മി ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ട ഒന്നാണ്. ഇത് തലച്ചോറിലെ സിനാപ്സുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി ഓർമ്മശക്തി ഇരട്ടിയാക്കും. കശുവണ്ടി മിതമായി കഴിക്കുക. കേരളത്തിൽ സുലഭമായ കശുവണ്ടിയിൽ മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നാഡീ സംവേദനങ്ങൾ സുഗമമാക്കാനും ഉറക്കം ശരിയാക്കാനും സഹായിക്കും. കുമ്പളങ്ങ നീര് കുടിക്കുക. രാവിലെ വെറും വയറ്റിൽ കുമ്പളങ്ങ നീര് കുടിക്കുന്നത് ശരീരത്തിന് തണുപ്പ് നൽകുകയും തലച്ചോറിലെ കോശങ്ങൾ ഉന്മേഷം നൽകുകയും ചെയ്യും. ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുക. 70% മുകളിൽ കൊക്കോ അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് തലച്ചോറിലെ ഫ്ലോയിനോയിഡുകൾ വർദ്ധിപ്പിച്ച് പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ശേഷി കൂട്ടും. ബ്രാക്കറ്റ് ബ്രീത്തിങ് വ്യായാമം ചെയ്യുക. 4 സെക്കൻഡ് ശ്വാസം എടുക്കുക, 4 സെക്കൻഡ് പിടിച്ചു വയ്ക്കുക, 4 സെക്കൻഡ് കൊണ്ട് പുറത്തു വിടുക, വീണ്ടും 4 സെക്കൻഡ് ശൂന്യമായിരിക്കുക. ഈ രീതി തലച്ചോറിലെ ഓക്സിജന്റെ അളവ് കൂട്ടി സമ്മർദ്ദം പൂർണ്ണമായി മാറ്റും. നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുക. ഒരു മൂക്കിലൂടെ ശ്വാസമെടുത്ത് മറ്റേ മൂക്കിലൂടെ വിടുന്ന ഈ വ്യായാമം ഇടത് വലത് മസ്തിഷ്ക അർദ്ധഗോളങ്ങളെ സമതുലിതാവസ്ഥയിൽ എത്തിക്കുന്നു. ശീർഷാസനം പരീക്ഷിക്കുക. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ തലകീഴായി നിൽക്കുന്ന ശീർഷാസനം ചെയ്യുക. ഇത് തലച്ചോറിലേക്ക് ശുദ്ധമായ രക്തം ഇരച്ചു കയറുവാൻ സഹായിക്കും. വലതുമൂക്കിലൂടെ മാത്രം ശ്വസിക്കുക. ഇടതുമൂക്ക് അടച്ചുപിടിച്ച് വലതുമൂക്കിലൂടെ മാത്രം ശ്വാസമെടുക്കുന്നത് ശരീരത്തിനും തലച്ചോറിനും ഊർജം കൂട്ടാൻ സഹായിക്കും. ഇതിനെ സൂര്യഭേദന പ്രാണായാമം എന്ന് പറയുന്നു. ഭ്രമരി പ്രാണായാമം ചെയ്യുക. വണ്ടുകൾ മൂളുന്നത് പോലെ ശബ്ദമുണ്ടാക്കി പ്രാണായാമം ചെയ്യുന്നത് തലച്ചോറിൽ പീനിയൽ ഗ്രന്ഥികൾ ഉണർത്തുകയും ശാന്തത നൽകുകയും ചെയ്യും. കാൽവിരലുകൾ ചലിപ്പിക്കുക. ഇരിക്കുമ്പോൾ കാൽവിരലുകൾ മുകളിലോട്ടും താഴേക്കും ചലിപ്പിക്കുന്നത് ശരീരത്തിന്റെ അറ്റത്തുള്ള നാഡികളെ ഉണർത്തുകയും തലച്ചോറിനെ സജീവമാക്കുകയും ചെയ്യും. സൂര്യപ്രകാശം ഏൽക്കുക. രാവിലെ 15 മിനിറ്റിൽ വെയിൽ കൊള്ളുക. വൈറ്റമിൻ D ഉൽപാദനം വഴി ഇത് തലച്ചോറിന്റെ ചിന്താശേഷി മെച്ചപ്പെടുത്തും. സംഗീതോപകരണങ്ങൾ വായിക്കാൻ പഠിക്കുക. ഗിറ്റാറോ കീബോർഡോ പഠിക്കുന്നത് തലച്ചോറിന്റെ മോട്ടോർ സ്കില്ലുകളും കോറിലേഷനും വർദ്ധിപ്പിക്കും. പുതിയ ഭാഷകൾ പഠിക്കുക. ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് തലച്ചോറിലെ ഗ്രേ മാറ്റർ വർദ്ധിപ്പിക്കുമെന്നും വാർദ്ധക്യ സഹജമായ മറവി തടയുമെന്നും ശാസ്ത്രം പറയും. പോഡ്കാസ്റ്റുകൾ കേൾക്കുക. വായനയോടൊപ്പം നല്ല പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നത് വഴി ശ്രവണശേഷിയും ഭാവനാശേഷിയും ഒരേ സമയം വർദ്ധിക്കും. ചെസ് കളി ശീലമാക്കുക. മുൻകൂട്ടി ചിന്തിക്കാനും തന്ത്രങ്ങൾ മെനയാനും ചെസ് കളി സഹായിക്കുന്നു. ഇത് തലച്ചോറിന് നൽകാവുന്ന ഏറ്റവും മികച്ച വ്യായാമമാണ്. പസിലുകളും സുഡോക്കുവും ചെയ്യുക. ദിവസം ഒരു സുഡോക്കുവോ ക്രോസ് വേർഡോ ചെയ്യുന്നത് പ്രശ്നപരിഹാര ശേഷി, അതായത് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ വർദ്ധിപ്പിക്കും. ധ്യാനം ശീലമാക്കുക. ദിവസം 10 മിനിറ്റ് ധ്യാനിക്കുന്നത് വഴി തലച്ചോറിൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ കൂടുതൽ ശക്തമാകുകയും ഏകാഗ്രത കൂടുകയും ചെയ്യും. പച്ചപ്പുല്ലിലൂടെ നഗ്നപാതനായി നടക്കുക. രാവിലെ പച്ചപ്പുല്ലിലൂടെ നടക്കുന്നത്
ശരീരത്തിലെ പോസിറ്റീവ് എനർജി കൂട്ടാനും മനസ്സ് ശാന്തമാകാനും സഹായിക്കും. ചിരി വ്യായാമം ശീലാക്കുക. ദിവസവും മനസ്സ് തുറന്ന് ചിരിക്കുന്നത് വഴി എൻഡോർഫിനുകൾ ഉൽപ്പാദിക്കപ്പെടുകയും തലച്ചോറിന്റെ സമ്മർദ്ദം കുറയുകയും ചെയ്യും. എഴുതി പഠിക്കുക. ടൈപ്പ് ചെയ്തതിനേക്കാൾ കാര്യങ്ങൾ പേന ഉപയോഗിച്ച് പേപ്പറിൽ എഴുതുമ്പോൾ തലച്ചോറിൽ അത് കൂടുതൽ ആഴത്തിൽ പതിയുമെന്ന് പഠനങ്ങൾ പറയുന്നു. മനക്കണക്കുകൾ കൂടുക. ചെറിയ കണക്കുകൾ കൂട്ടാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ മനസ്സുകൊണ്ട് കൂട്ടാൻ ശ്രമിക്കുക. ഇത് വർക്കിംഗ് മെമ്മറി കൂട്ടും. 8 മണിക്കൂർ ഉറങ്ങുക. കൃത്യമായ ഉറക്കത്തിൽ മാത്രമാണ് തലച്ചോറിലെ വിഷാംശങ്ങൾ, അതായത് ടോക്സിൻ പുറന്തള്ളപ്പെടുന്നത്. ഇത് ഓർമ്മകളെ ദൃഢപ്പെടുത്തുവാൻ സഹായിക്കും. ഉച്ചമയക്കം 20 മിനിറ്റ് ആക്കുക. ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്ന 20 മിനിറ്റ് വരെയുള്ള ലഘുനിദ്ര, പവർ നാപ്പ്, തലച്ചോറിന് പെട്ടെന്ന് റിഫ്രഷ്മെന്റ് നൽകും. മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കുക. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നത് തലച്ചോറിന്റെ കാര്യക്ഷമത 40% കുറയ്ക്കും. അതിനാൽ ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക. പോമോഡോറോ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക. പോമോഡോറോ സാങ്കേതിക വിദ്യ എന്നത് 25 മിനിറ്റ് പൂർണ്ണ ശ്രദ്ധയോടെ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്ത ശേഷം 5 മിനിറ്റ് ഇടവേള എടുക്കുന്ന ഒരു ലളിതമായ സമയക്രമീകരണ രീതിയാണ്. ഇത്തരത്തിൽ 4 തവണ ചെയ്തതിനു ശേഷം 15 മുതൽ 30 മിനിറ്റ് വരെയുള്ള ഒരു വലിയ ഇടവേള എടുക്കാം. ഈ രീതി മസ്തിഷ്കത്തിന് ആവശ്യമായ വിശ്രമം നൽകുന്നതിലൂടെ മടുപ്പ് ഒഴിവാക്കാനും ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനും അതുവഴി ബുദ്ധിശക്തിയും കാര്യക്ഷമതയും ഗണ്യമായി കൂട്ടാനും സഹായിക്കുന്നു. ഫോൺ നോക്കാതെ രാവിലെ എഴുന്നേൽക്കുക. എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കുന്നത് തലച്ചോറിനെ ഡോപ്പമിൻ അഡിക്ഷനിലേക്ക് നയിക്കും. ആദ്യത്തെ 1 മണിക്കൂർ ഫോൺ മാറ്റിപ്പിടിക്കുക. നീലവെളിച്ചം നിയന്ത്രിക്കുക. രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് മൊബൈൽ, TV എന്നിവ ഒഴിവാക്കുക. ഇവയിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് മെലറ്റോണിൻ ഹോർമോണിനെ നശിപ്പിക്കും. മനസ്സിൽ ചിത്രങ്ങൾ കാണുക. ഒരു കാര്യം ഓർത്തു വെക്കാൻ അത് ഒരു കഥയാണോ ചിത്രമാണോ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ചിത്രങ്ങൾ ഓർക്കാൻ തലച്ചോറിന് എളുപ്പമാണ്. സാമൂഹികമായി ഇടപഴകുക. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം പുലർത്തുന്നത് ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങളെ തടയും. മറ്റുള്ളവരെ പഠിപ്പിക്കുക. നിങ്ങൾ പഠിച്ച ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് ഫെയ്ൻമാൻ ടെക്നിക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് അറിവിനെ ഉറപ്പിക്കും. നിശബ്ദത ആസ്വദിക്കുക. ദിവസം കുറച്ച് സമയം പൂർണ്ണമായ നിശബ്ദതയിൽ ഇരിക്കുക. ഇത് തലച്ചോറിന്റെ കോശങ്ങളുടെ പുനരുജ്ജീവനത്തിന് സഹായിക്കും. ടോക്സിക് ചിന്തകൾ ഒഴിവാക്കുക. നെഗറ്റീവ് ചിന്തകൾ കോർട്ടിസോൾ ഹോർമോൺ കൂട്ടി തലച്ചോറിന്റെ കോശങ്ങളെ നശിപ്പിക്കും. എപ്പോഴും പോസിറ്റീവായിരിക്കുക. പതിവായി ഡയറി എഴുതുക. ദിവസേനയുള്ള അനുഭവങ്ങൾ എഴുതി വയ്ക്കുന്നത് ചിന്തകളെ ക്രമീകരിക്കാനും വിവേചന ബുദ്ധി കൂട്ടാനും സഹായിക്കും. യൂട്യൂബ് സ്പീഡ് കൂട്ടിക്കാണുക. വിവരങ്ങൾ അടങ്ങിയ വീഡിയോകൾ 1.25 അല്ലെങ്കിൽ 1.5x സ്പീഡിൽ കണ്ടു മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് തലച്ചോറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് കൂട്ടും. ഇടവിട്ടുള്ള ഉപവാസം ശീലമാക്കുക. ആഴ്ചയിലൊരിക്കൽ ലഘുവായി ഉപവസിക്കുന്നത് അപകടകാരികളായ കോശങ്ങളെ നശിപ്പിക്കാനും തലച്ചോറിന്റെ ആരോഗ്യം കൂട്ടാനും സഹായിക്കും. സ്വയം സംസാരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഉറക്കെ സ്വയം സംസാരിക്കുന്നത് ചിന്തകൾക്ക് വ്യക്തത നൽകും. ക്രിയേറ്റീവായി ചിന്തിക്കുക. വാലില്ലാത്ത പക്ഷി പറന്നാൽ എന്ത് സംഭവിക്കും എന്നിങ്ങനെയുള്ള വിചിത്രമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഭാവനാശേഷി കൂട്ടും. പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുക. മാസത്തിൽ ഒരിക്കലെങ്കിലും കാടുകളോ പുഴകളോ സന്ദർശിക്കുക. പ്രകൃതിയുടെ സാമീപ്യം തലച്ചോറിലെ സ്ട്രെസ് ലെവൽ കുറയ്ക്കും. ആഴത്തിൽ ശ്വാസം എടുക്കുക. ദേഷ്യമോ സങ്കടമോ വരുമ്പോൾ 10 തവണ ആഴത്തിൽ ശ്വാസം എടുക്കുക. ഇത് തലച്ചോറിനെ ശാന്തമാക്കാനുള്ള പെട്ടെന്നുള്ള വഴിയാണ്. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുക. യാത്രകൾ ചെയ്യുന്നത് തലച്ചോറിന് പുതിയ അനുഭവങ്ങൾ നൽകുകയും നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. കൃതജ്ഞത രേഖപ്പെടുത്തുക. ദിവസം നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഇത് തലച്ചോറിലെ സെറട്ടോണിന്റെ അളവ് കൂട്ടി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സഹായിക്കും. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ 62 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വലിയ ചെലവുകളോ പ്രത്യേക തയ്യാറെടുപ്പുകളോ ആവശ്യമില്ല. ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ ബുദ്ധിശക്തിയും മികച്ച ഓർമ്മശക്തിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ വീഡിയോ
നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു മികച്ച വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി.